ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു ലോ കോസ്റ്റിൽ ഒരു ഗപ്പി അക്വേറിയം സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോണത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 25 ലിറ്ററിന്റെ ടബ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 പെയർ ഓഫ് ഗപ്പീസിനെയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഫുൾ ബ്ലാക്കും പിന്നെ റെഡ് ആൽബിനോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു സർപ്രൈസും കൂടി ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കണ്ടോളൂ. പിന്നെ നെക്സ്റ്റ് വെള്ളം ക്ലീൻ ആയിട്ട് വെക്കാനും അതുപോലെ തന്നെ ഓക്സിജൻ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ എടുത്തിട്ടുണ്ട്. ഒരു ബദാമിന്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ മണി പ്ലാന്റ് ഉണ്ട്. പിന്നെ ഒരു ക്ലേ പോട്ട് ഉണ്ട്. പിന്നെ വൈറ്റ് പെബിൾസ് ഉണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എത്രയാണ് ഇതെല്ലാം കൂടെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളതും കൂടെ പറയാം. 15 ലിറ്റർ വെള്ളമാണ് ഈ ടബിലേക്ക് ഒഴിക്കണത്. ഈ പെബിൾസ് ഇതിലേക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പെബിൾസ് വെക്കുമ്പോൾ അത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഗ്രോ ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ആക്ച്വലി ഈ ഒരു ടബ് ഗ്രേ ആയതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് ഗപ്പീസ് ഒക്കെ ആകുമ്പോൾ അതിന് നല്ലൊരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വൈറ്റ് എടുത്തത്. നിങ്ങൾ എടുക്കുമ്പോൾ ഈ ഷാർപ്പായിട്ടുള്ള കല്ലുകളും അതുപോലെ തന്നെ കളേർഡ് ആയിട്ടുള്ളതൊക്കെ ഒഴിവാക്കുക. കാരണം അതിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ടോക്സിൻസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വൈറ്റോ എടുക്കുക. അതുപോലെ തന്നെ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ് ഉള്ള കല്ലുകൾ എടുക്കുക. പിന്നെ ഇത് അവർക്കൊരു ഹൈഡിങ് സ്പോട്ടായിട്ടും അവരിത് യൂസ് ചെയ്യും. ഫസ്റ്റ് ആയിട്ട് നമ്മൾ പുതിയ ടബിലേക്കൊക്കെ മാറ്റുമ്പോൾ അവർക്ക് സ്ട്രെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൈഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ബദാമിന്റെ ഇല വെക്കാം. ഇതിന് ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിന്റെ pH ബാലൻസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഒരു ചെറിയ പോട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മെയിനായിട്ടും ഫിഷസിന് ഒരു ഹൈഡിങ് സ്പോട്ടായിട്ട് വെക്കണതാണ്. ഓക്കെ, പോട്ട് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിനി മണി പ്ലാന്റ് ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് മാത്രം വെള്ളത്തിലേക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ തണ്ട് വന്നു കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേര് മാത്രം വെള്ളത്തിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള ഇപ്പം ഈ ഫിഷിൻ്റെ ഫീഡിൽ നിന്ന് വരുന്ന അമോണിയ അതുപോലെ തന്നെ നൈട്രേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടും പ്രോപ്പറായിട്ട് ഇരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ വെക്കുന്നത് അക്വാട്ടിക് പ്ലാന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഫ്രോഗ് ബൈറ്റ് എന്ന് അങ്ങനെ എന്തോ ആണ് പേര്. ഇത് ആക്ച്വലി ഞാൻ മീൻ മേടിക്കുന്ന സമയത്ത് അവിടെയുള്ള ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവർ തന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു നല്ല കോസ്റ്റ് എഫക്റ്റീവാണ്. പിന്നെ ഇത് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സിന് റീഗ്രോത്ത് ഉണ്ട്. നമുക്ക് ഫിൽറ്റർ സെറ്റ് ചെയ്യാം. പിന്നെ ഫിൽറ്റർ വെക്കുമ്പോൾ നമ്മൾ ഫുള്ള് വെള്ളത്തിലേക്ക് ഇറങ്ങി ഇരിക്കുന്ന പോലെ സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഫിൽറ്ററിന് പെട്ടെന്ന് കേട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് മീനുകൾ ഇതിലേക്ക് റിലീസ് ചെയ്യാം. മൊത്തത്തിൽ മുക്ക് ഇച്ചിരി മുക്കിയിട്ട് മൊത്തത്തിൽ ഇറക്കി വെക്കുക. എന്നിട്ട് അങ്ങനെ ആക്കിയാൽ മതി. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് എത്രയാണ് ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് പറയാം. ഫസ്റ്റ് ടബിനായിരുന്നു. ടബിന് 300 rupees ആണ് ആയിട്ടുള്ളത്. അതുപോലെ ഇതിനുള്ളിൽ ഇട്ടിട്ടുള്ള വൈറ്റ് പെപ്പിൾസ് 2 kg ആണ് ഞാൻ വാങ്ങിച്ചതെന്ന് തോന്നുന്നു. അതിന് 200 രൂപയാണ്. അതുപോലെ ഫിൽറ്ററിന് 350. ഇത്രയാണ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫിഷ് 2 പെയർ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ റെഡ് ആൽബിനോ 200 rupees ആണ്. അത് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലാക്ക് ഗപ്പീസ് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് മേടിച്ചിട്ടുള്ളത്. ഗപ്പിക്സ് അക്വാട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം ID വരുന്നത്. ഞാൻ അതിവിടെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ.
ഇത്രയാണ്. പിന്നെ ഒന്നുകൂടി ഉണ്ട്, ഫീഡ് കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിന് 100 റുപ്പീസ് ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നു. ഗപ്പി ഫീഡ് തന്നെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ടോട്ടൽ കോസ്റ്റ് എനിക്ക് ആയിട്ടുണ്ടായിരുന്നത് ഒരു 1325 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് ടോട്ടൽ കോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസിലേക്ക് കിടക്കാം. ആക്ച്വലി നമ്മളന്ന് ഈ ഫുൾ ബ്ലാക്കിനെ മേടിച്ച അന്ന് തന്നെ അത് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഇപ്പോൾ 25 കുട്ടികളെ ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ മേടിച്ച അന്ന് തന്നെ ഈ ബ്ലാക്ക് പീസ് അന്ന് തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് 25 ഗപ്പി കുട്ടികളും കൂടി ഉണ്ട് ഇപ്പോൾ. ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.